എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ച് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ പറയുന്നത് 2024 ഒക്ടോബർ 9 മുതൽ 2025 ഫെബ്രുവരി 4 വരെ ഏകദേശം 4 മാസക്കാലമുള്ള വ്യാഴത്തിൻ്റെ വക്രഗതിയിലുള്ള സഞ്ചാരം കുംഭം രാശിക്കാർക്ക് എപ്രകാരം എന്ന് പറയുന്നത്, അവിട്ടത്തിൻ്റെ രണ്ടാമത്തെ പകുതിയും ചതയവും പുരുട്ടാതിയുടെ മുക്കാൽ ഭാഗം ഉൾപ്പെടുന്നതാണ് കുംഭം രാശി. ഈ രാശിക്കാർക്ക് ഈ വക്രഗതിയിലുള്ള ഫലങ്ങൾ എപ്രകാരമാണെന്ന് നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പായിട്ട് കുംഭം രാശിക്കാരുടെ ആ സമയത്തെ ഗ്രഹസ്ഥിതി ഒന്ന് പരിശോധിക്കാം. കൊല്ലവർഷം 1200 ആണ്ട് പുതുവർഷത്തിൻ്റെ ഫലത്തിലും സെപ്റ്റംബർ മാസ ഫലത്തിലുമൊക്കെ പറഞ്ഞതുപോലെ തന്നെ കുംഭം രാശിക്കാർ ജന്മശനി എന്ന അവസ്ഥയിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഇപ്പം നിലവിൽ വക്രഗതിയിലാണ് ശനി നിൽക്കുന്നത്. അതുകൊണ്ടിട്ട് നവംബർ 15 വരെ അതിൻ്റെ ഒരു ആശ്വാസം ഇവർക്കുണ്ട്. ജൂൺ 30 മുതൽ നവംബർ 15 വരെയാണ് ശനി വക്രഗതിയിൽ പോകുന്നത്. അതുകൊണ്ട് ആ ദോഷത്തിൻ്റെ കാഠിന്യം ഒന്ന് കുറഞ്ഞിരിക്കും എന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ എന്നതുപോലെ തന്നെ ഇവർക്ക് ഈ വർഷം മെയ് 1 4 എന്ന ഭാവത്തിലേക്ക് ദുരസ്ഥാനമായിട്ടുള്ള ഒരു ദുസ്ഥാനം കൂടിയായ 3 നിന്ന് 4 വ്യാഴത്തിൻ്റെ മാറ്റവും ഈ വർഷം ഇവർക്കുണ്ടായിരുന്നു. അപ്പോൾ ജന്മശനിയുടെ മെയ് 1 വ്യാഴത്തിൻ്റെ മാറ്റവും ജൂൺ 30 ശനിയുടെ വക്രവും കൂടെ ആയപ്പോൾ വ്യാഴത്തിൻ്റെ ദോഷവുമില്ല, ജന്മശനിയുടെ ദോഷവും കുറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത്. ഒരു ആശ്വാസത്തിൻ്റെ കാലമായിട്ട് പുതുവർഷം വരുന്നതായിട്ടാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. അത് ശരി തന്നെയാണ്. അവർക്ക് വ്യാഴത്തിൻ്റെ 4 മാറ്റം ഒരു ആശ്വാസം. കഴിഞ്ഞ ഒരു വർഷം മെയ്ക്ക് പിറകിലേക്ക് ഒരു വർഷം വെച്ചിട്ട് നോക്കുമ്പോൾ ഉള്ള അതിരൂക്ഷമായ കാലത്തെ അപേക്ഷിച്ചിട്ട് നല്ല സമയത്തിലൂടെ തന്നെയാണ് താരതമ്യേന ഇവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ജന്മശനി എന്നുള്ള ഒരു ചില പ്രതികൂലത ഉണ്ടെങ്കിൽ പോലും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ്. ഇവർക്ക് ആ ഫലങ്ങൾ തന്നെയാണ് തുടരുന്നതും. കൊല്ലവർഷം 1200 ആണ്ട് മുതൽക്ക് അടുത്ത വർഷം ചിങ്ങം വരെയുള്ള ഫലങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഇവർക്ക് അടുത്ത വർഷം മാർച്ച് 29 ജന്മശനി ദോഷം അവസാനിക്കുകയാണ്. 2025 മാർച്ച് 29 ജന്മശനി അവസാനിക്കുകയാണ്. 2025 മെയ് 22 ഈ പറഞ്ഞ 4 നിൽക്കുന്ന വ്യാഴം അതിൻ്റെ നല്ല ഒരു പൊസിഷനായ പൂർവ്വപുണ്യസ്ഥാനം 5 മാറും. അപ്പോൾ അവർക്ക് കാലത്തിന് വലിയ പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് രൂക്ഷതയൊന്നും തന്നെ ഇല്ല. എങ്കിൽ പോലും ഈ വക്രഗതിയിലുള്ള ഫലങ്ങൾ നമുക്കൊന്ന് അപഗ്രഥിക്കുമ്പോൾ വക്രഗതി അല്പം പ്രതികൂലമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതായത് ഇവരുടെ ഫലങ്ങൾക്ക് കുംഭരാശിക്കാർ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം ലോങ് ടൈമിൽ, അതായത് ഈ ഒരു കൊല്ലവർഷം 1200 ആണ്ട് എടുക്കുമ്പോഴോ വ്യാഴത്തിൻ്റെ 4 നിന്നുള്ള ചാരഫലങ്ങൾ പറയുമ്പോഴോ ഉള്ള ഫലങ്ങൾ അതുപോലെ തന്നെ തുടരും ലോങ് ടൈമിൽ ദീർഘകാലാടിസ്ഥാനത്തിൽ. പക്ഷേ ഒരു 3 മാസത്തേക്ക് 3 മാസം എന്ന് പറഞ്ഞാൽ കഷ്ടിച്ച് 3 മാസത്തേക്കുള്ള കാലം, അതായത് ഒക്ടോബർ 9 വ്യാഴത്തിൻ്റെ വക്രഗതി സഞ്ചാരം ആരംഭിക്കുന്നത്. ഈ വക്രഗതി സഞ്ചാരം ആരംഭിച്ചു കഴിയുമ്പോൾ ഇവിടെ ഈ സമയത്ത് ഇവരുടെ ഇതൊരു താരതമ്യേന ഒരു മങ്ങിയിരിക്കുന്ന ഒരു ഡള്ളായിട്ടുള്ള അവസ്ഥ, ഒരു സുഖകരമല്ലാത്ത അവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ ഈ ഒക്ടോബർ 9 മുതൽ ഒക്ടോബർ 9 മുതൽക്ക് ഫെബ്രുവരി 4 വരെയുള്ള 4 മാസക്കാലത്തെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഒന്ന് ആദ്യത്തെ 1.5 മാസം നവംബർ 15 വരെ, പിന്നീടുള്ള 2.5 മാസം ഫെബ്രുവരി 4 വരെ, അങ്ങനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അതിൽ ആദ്യത്തെ ഒരു 1.5 മാസങ്ങൾക്ക് അത്ര സുഖകരമല്ലാത്ത, അതായത് വലിയ കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെ അലട്ടാത്ത ഒരു സമയം. ഇവരുടെ എന്തെങ്കിലും ഇതിനകത്ത് ഒരു നല്ല കാര്യം എന്ന് വെച്ചാൽ ഇവരുടെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഈ രാശിക്കാർക്കുണ്ടെങ്കിൽ അത് കൃത്യമായി ഡയഗ്നോസ് ചെയ്യപ്പെടും. അത് രോഗനിർണയം കൃത്യമായി ചെയ്യപ്പെടാൻ ഈ സമയത്ത് സാധിക്കും. അതിനുവേണ്ട കൃത്യമായിട്ടുള്ള മെഡിക്കേഷൻസും കൃത്യമായിട്ടുള്ള അസുഖത്തിൽ നിന്ന് മോചനവും ഇവർക്ക് ഈ സമയത്ത് കിട്ടും എന്നൊരു നല്ല കാര്യം ഇവിടെ ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ ആവശ്യകത മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ടുള്ള സമയവും അവർക്ക് വേണ്ടിയിട്ട് എന്താ ആവശ്യങ്ങളൊക്കെ സഹായിച്ചു കൊടുക്കാനൊക്കെ അവർ ഈ സമയത്ത് ശ്രമിക്കും. ഇവിടെ ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്, ഒരു പങ്കാളി അന്വേഷിക്കുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പങ്കാളിയെ അന്വേഷിച്ച് നടത്തുന്നതിന് പറ്റിയൊരു സമയമാണ്. പക്ഷെ അത് ഒരു വിവാഹത്തിലേക്ക് ചെന്ന് കലാശിക്കണമെന്നില്ല. അത് തൽക്കാലത്തേക്ക് അങ്ങനെ ഒരു കണ്ടെത്തലായിട്ട് തന്നെ നിൽക്കുമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതൊരു ചെറിയ അതൊരു ഹ്രസ്വമായ ഒരു ബന്ധമായിരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ദീർഘകാലത്തിലേക്കുള്ള വിവാഹബന്ധമായി മാറാൻ സാധ്യതയില്ല. എങ്കിൽ പോലും ഒരാളെ കണ്ടെത്താനായിട്ട് കഴിയാൻ സാധ്യതയുള്ള ഒരു സമയമാണ് ഇതെന്ന് മനസ്സിലാക്കിയിരിക്കുക. അതുപോലെ തന്നെ ഇവരുടെ വർക്ക് പ്രഷറും ടെൻഷനും ഒക്കെ ഒരു താരതമ്യേന കുറവായിട്ട് മാനേജ് ചെയ്ത് പോകാവുന്ന രീതിയിൽ തന്നെയാണ് കാണുന്നത്. ഇവരുടെ ഇവരുടെ
വർക്ക് സ്പേസിലുള്ള മറ്റ് കൊളീഗ്സുമായിട്ടും മാനേജേഴ്സൊക്കെ ആയിട്ടുള്ള ബന്ധമൊക്കെ താരതമ്യേന നന്നായിട്ട് തന്നെ കൊണ്ടുപോകാനായിട്ട് ഇവർക്ക് ഈ ഫേസിൽ കഴിയും. അങ്ങനെ ഒരുപാട് ഈ സമയത്ത് ഇവർ ജോബ് മാറുന്നതിന് ഈ ഒരു 1.5 മാസക്കാലം ഒക്ടോബർ മുതൽ നവംബർ 15 ഒരു ജോലി മാറുന്നതിന് അനുകൂലമായൊരു സമയമല്ല. അതുകൊണ്ട് ജോലി മാറാൻ പ്ലാൻ ചെയ്യുന്നവരുടെ ഒന്നും ഹോൾഡ് ചെയ്യുക, മാറരുത്. അതുപോലെ ചിലവുകളധികം വളരെയധികം വർദ്ധിക്കും. വരുമാനം സ്റ്റേബിളായിട്ട് തന്നെ ഈ പീരീഡിൽ നിങ്ങൾക്ക് ഉണ്ടാവും. ഇവരുടെ ചിലവുകൾ മാനേജ് ചെയ്യാൻ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ഒരു കാര്യമായിട്ടുള്ള പണം സേവ് ചെയ്യാൻ ഇവർക്ക് ബുദ്ധിമുട്ടായിരിക്കും ഈ രാശിക്കാർക്ക്. പല അന്തർലീനമായിട്ടുള്ള പല പ്രശ്നങ്ങളിലും ഉള്ളത് കൊണ്ടിട്ട് ജന്മശനി പോലുള്ളതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ ഇവർ മറ്റേ ഊഹക്കച്ചവടം, സ്റ്റോക്ക് ട്രേഡിങ് അതിൽ നിന്നൊക്കെ ഒന്ന് തൽക്കാലത്തേക്ക് ആ ഫേസിലൊന്ന് ഒഴിഞ്ഞു നിൽക്കുക. ഇനി ഈ സമയം ഒരു ഒക്ടോബർ 9 മുതൽ നവംബർ 15 സമയം ഒരു അത്ര സുഖകരമല്ലെങ്കിൽ പോലും നിങ്ങൾക്കൊന്ന് ചില ഏരിയകളിൽ ആരോഗ്യരംഗത്തും ഇപ്പോൾ പറഞ്ഞില്ല അസുഖങ്ങൾ കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്യപ്പെടുമെന്ന് പറഞ്ഞു. അതുപോലെ കുടുംബ അന്തരീക്ഷവും തൊഴിലിടത്തിലുള്ള ബന്ധങ്ങളും സാമ്പത്തിക രംഗവും ചിലവുകൾ കൂടുമെങ്കിലും മാനേജ് ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ ഈ 3 ഏരിയകളിലൊക്കെ ഒന്ന് മാനേജ് ചെയ്ത് പോകാൻ കഴിയുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് ഒരു നല്ല കാര്യമായിട്ടല്ലേ തോന്നുന്നത്. ഇനി നമുക്ക് നവംബർ 15 മുതൽക്കുള്ള ഏകദേശം 2.5 മാസക്കാലം ഒന്ന് പരിശോധിക്കാം. ഈ സമയം അല്പം ഒരു പരീക്ഷണഘട്ടമായിട്ടാണ് ഇതിനകത്ത് കാണുന്നത്. അതായത് ശനിയുടെ വക്രഗതി നവംബർ 15 പൂർത്തിയാകുമല്ലോ. അപ്പോൾ ശനിയുടെ വക്രഗതി പൂർത്തിയാകുമ്പോൾ നമുക്ക് ജന്മശനിയുടെ ദോഷങ്ങൾ നമുക്ക് ഈ പീരീഡിൽ കൂടുതലായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ വ്യാഴവും വക്രഗതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ രണ്ടും കൂടി ആകുമ്പോൾ നമുക്കൊരു അല്പം ഇത്തിരി ബുദ്ധിമുട്ടേറിയ സമയത്തിലൂടെ കടന്നു പോകാനുള്ള സാധ്യതയുണ്ട്. വീട്ടിൽ ചില സീരിയസ് ആയിട്ടുള്ള ചൂട് പിടിച്ച വാഗ്വാദങ്ങളും ഭിന്നതകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ നിയന്ത്രണം വിട്ട് കാര്യങ്ങൾ പോകുന്ന രീതിയിലൊക്കെ നമുക്ക് തോന്നിയേക്കാം. അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള തൊഴിലിടത്തിലോ അതുപോലെ കുടുംബ ബന്ധങ്ങളിലോ എന്തെങ്കിലും തരത്തിലുള്ള കേസുകളൊക്കെ ആയിട്ട് പോകുന്നുവെങ്കിൽ നമുക്കതൊരു പ്രതികൂലമായൊരു ജഡ്ജ്മെൻ്റ് ആയിരിക്കും കിട്ടുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ബന്ധുക്കളായിട്ടോ തൊഴിലിടത്തിൽ കേസുകളായിട്ട് മുമ്പോട്ട് പോകുന്ന ആരിലുണ്ടെങ്കിൽ പ്രതികൂലമായൊരു ജഡ്ജ്മെൻ്റ് ആയിരിക്കും കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ പരിണിതഫലമെന്നോണം ധനനഷ്ടവും സംഭവിച്ചേക്കാം. ഇവർ ഏതെങ്കിലും തരത്തിലുള്ളൊരു ബന്ധത്തിലാണുള്ളതെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നമ്മളൊരു ടെമ്പററി ആയിട്ടുള്ളൊരു സെപ്പറേഷനോ ഒരു ദശാകാലങ്ങൾ അനുകൂലമല്ലെങ്കിൽ അങ്ങനെയുള്ള വിരഹം അനുഭവിക്കേണ്ടി വരുന്നൊരവസ്ഥ, അങ്ങനെയുള്ള വേർപാടൊക്കെ സാധ്യതയുള്ള സമയമാണ്. പൊതുവെ 2.5 മാസക്കാലം അനുകൂലമായിട്ട് തോന്നുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ പ്രണയിതാക്കൾക്ക് വളരെയധികം ബുദ്ധിമുട്ടേറിയ സമയമായിട്ട് തോന്നുന്നു. ഒരു ബ്രേക്കപ്പ് ഫേസ് എന്നൊക്കെ പറയാൻ നമുക്ക് വേണമെങ്കിൽ. അപ്പോൾ എന്താ പറയുക, ഒരു ബുദ്ധിമുട്ടേറിയ സമയമാണ്. നമ്മളൊരു മാനസികമായ ഒരു ആത്മീയമായ ഒരു എനർജി വർദ്ധിപ്പിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഘട്ടം കടന്നു പോകാനായിട്ട് കഴിയുള്ളൂ വിജയകരമായിട്ട്. അതുപോലെ തന്നെ ഈ ഘട്ടത്തിൽ നമ്മുടെ ഓഫീസ് പൊളിറ്റിക്സ്, നമ്മുടെ ഓഫീസിൽ കഴിഞ്ഞ നമ്മളെ പറഞ്ഞ ഒക്ടോബർ മുതൽ നവംബർ വരെ അനുകൂലമായിരുന്ന ഓഫീസിലെ ആൾക്കാരൊക്കെ നമുക്ക് ഒന്ന് പ്രതികൂലമാകുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അത് അവരുടെ കുഴപ്പമല്ല, നമ്മുടെ സമയമാണെന്ന് മനസ്സിലാക്കിയിരിക്കുക. അതൊക്കെ ഒരു തമാശയായി കാണാൻ വേണ്ടി ശ്രമിക്കുക. ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞ പോലെ എല്ലാം ഒരു മായ പോലെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. നമ്മുടെ സമയം നമ്മളിലൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അതങ്ങനെ ആ ഒരു സെൻസിൽ തന്നെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ പരിഭ്രാന്തനാകേണ്ട ഒരു ആവശ്യവുമില്ല. ഞാൻ പറഞ്ഞതുപോലെ തന്നെ കുംഭം രാശിക്കാർക്ക് പൂർവ്വപുണ്യസ്ഥാനമായ 5ലേക്ക് വ്യാഴം സഞ്ചരിക്കും. അടുത്ത വർഷം മാർച്ച് 29 ജന്മശനി ദോഷം ഒഴിയും. അപ്പോൾ നിങ്ങൾക്ക് ശോഭനമായ സമയം മുമ്പിലുണ്ടെന്ന് മനസ്സിലാക്കി. ഇതൊക്കെ ഒരു താൽക്കാലികമാണെന്ന് അറിഞ്ഞിരിക്കുമ്പോൾ തന്നെ പകുതി പ്രശ്നങ്ങൾ മാറി എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെ തന്നെ ഇവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഈ ഓഫീസ് പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സഹപ്രവർത്തകർക്ക് ചില ഗൂഢാലോചനകളൊക്കെ നമുക്കെതിരെ കോൺസ്പിറസി നടത്തുക, HR-ൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാവുക, HR-ൻ്റെ നമ്മുടെ എക്സ്പ്ലനേഷൻ ചോദിക്കുക, നമ്മുടെ പെർഫോമൻസിൻ്റെ ഒരു റിപ്പോർട്ട് ചോദിക്കുക, പെർഫോമൻസ് അപ്രൈസൽ നടത്തുക, അങ്ങനെ നമ്മുടെ ഒരു വേർതിരിവ് കാണിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരാം. നമ്മുടെ പല കാരണം കൊണ്ട് നമ്മളൊരു രക്തസാക്ഷിയാകുന്ന പോലെ ഇതിൻ്റെയൊക്കെ ഒരു ബലിയാടായി പോകുന്ന പോലത്തെ അവസ്ഥകളൊക്കെ ചില സാഹചര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുത്തേക്കാം. നമ്മളതൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. ചില ഘട്ടത്തിൽ മോശം ഗ്രഹസ്ഥി നടക്കുന്ന ആൾക്കാർ ചിലപ്പോൾ ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യതകളും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അതുപോലെ തന്നെ
ബിസിനസ് പീപ്പിളിനെ സംബന്ധിച്ചിട്ട് കടബാധ്യത കയറിയിട്ട് പാപ്പരത്വം വരുന്ന അവസ്ഥകൾ വരെ വരുന്നൊരവസ്ഥയാണ് ഇപ്പോൾ ഈ പറഞ്ഞ കുറച്ച് മാസങ്ങൾ. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ സാമ്പത്തിക രംഗത്തെ വളരെയധികം ബാധിക്കുമെന്ന് മനസ്സിലാക്കി. കഴിഞ്ഞ ഫേസിൽ നമുക്ക് സാമ്പത്തികം മാനേജ് ചെയ്യാൻ കഴിയുമായിരുന്നു. ഈ ഫേസിൽ സാമ്പത്തികം മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമുക്ക് ജോലി നഷ്ടം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാം. നമുക്കൊന്ന് കുറച്ചൊരു പരിഭ്രാന്തി വരാം. കുറച്ച് കടങ്ങൾ വന്ന് ചേരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ഇൻകം, നമുക്ക് കിട്ടുന്ന പണം മുഴുവൻ നമുക്ക് ഈ പണം പലിശയായിട്ടോ കടത്തിൻ്റെ കൊടുക്കേണ്ടി വരുന്നൊരവസ്ഥകളൊക്കെ സംജാതമാകാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ടിട്ട് ഒന്ന് ഊഹക്കച്ചവടം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സാമ്പത്തികമായിട്ട് റിസ്ക് ഉള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ പരമാവധി ശ്രദ്ധിക്കുക. ഈ 2.5 മാസക്കാലം ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങൾക്ക് ലോങ് ടൈം ആയിട്ട് വ്യാഴത്തിൻ്റെ സ്ഥിതി 4 തന്നെയാണ്. പക്ഷേ ഈ ഒരു സാധ്യതകളുണ്ട്. നമ്മളിപ്പോൾ ഈ മനസ്സിലാക്കേണ്ട എല്ലാ കാര്യങ്ങളും, ഈ ഓഫീസ് പൊളിറ്റിക്സ് ആയാലും സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകളായാലും എല്ലാം നമ്മൾ മുൻപ് തന്നെ ഈ ജാതകഫലങ്ങൾ നോക്കുന്നതിന് കാരണം നമ്മളതിനുവേണ്ടി പ്രിപ്പയർ ആയിട്ടിരിക്കാനാണ്. നമ്മൾ ചെയ്താലേ ഇതൊക്കെ സംഭവിക്കുള്ളൂ. ഒരു പേരിന് ഒരു കടം, ഒരു ചെറിയ തുകയുടെ കടം വന്നാലും കടമെന്ന ഫലം വന്നു കഴിഞ്ഞു. നമ്മൾ ശ്രദ്ധിച്ചാൽ അത് വരില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മളത് പരമാവധി നമ്മുടെ ഭാഗത്തുനിന്ന് ഈ പറഞ്ഞ ഫലങ്ങൾ പ്രായോഗത്തിൽ വരുത്തുകയും മുൻകരുതലെടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ കുംഭം രാശിക്കാർക്ക് ഒരു കുഴപ്പങ്ങളുമില്ലാതെ ഈ ഫേസ് കടന്നു പോകാൻ കഴിയും. നവംബർ 15 മുതൽ ഫെബ്രുവരി 4 വരെ പ്രത്യേകിച്ച് ഒരു ജാഗ്രത പുലർത്തുക. എല്ലാ രംഗത്തും, കുടുംബ ബന്ധങ്ങളിലും റിലേഷൻഷിപ്സിലും ഓഫീസ് കാര്യത്തിലും ഫിനാൻസിലും നമ്മൾ ജാഗ്രത പുലർത്തുക. സംസാരത്തിലും മിതത്വം പുലർത്തുക. അതുകൊണ്ട് എല്ലാ വാഗ്വാദങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ ശ്രമിക്കുക. മത്സരങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഈ പറഞ്ഞ പോലെ ഈ പ്രശ്നങ്ങളൊക്കെ മറികടന്ന് നമുക്ക് നല്ല ഫലങ്ങൾ നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയും. ഇപ്പോൾ കഴിഞ്ഞ മാസങ്ങൾക്കിട്ട് കിട്ടി വരുന്നൊരു ചെറിയൊരു പോസിറ്റിവിറ്റി നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയും. അതിന് മെഡിറ്റേഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, ആത്മസംയമനത്തിന് ഉതകുന്ന കാര്യങ്ങൾ, യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്യണം. അതുപോലെ തന്നെ വ്യാഴാഴ്ചകളിൽ നവംബർ 15 ശേഷം വ്യാഴാഴ്ചകളിൽ ശ്രീകൃഷ്ണ സ്വാമിക്ക് യഥാശക്തി വഴിപാടുകൾ വ്യാഴാഴ്ചകളിൽ സമർപ്പിക്കുക. മഞ്ഞപ്പട്ട്, മഞ്ഞ വസ്ത്രങ്ങൾ, അതുപോലെ തന്നെ പൂജയ്ക്ക് എടുക്കുന്ന മഞ്ഞ പുഷ്പങ്ങൾ, മഞ്ഞ നിറത്തിലുള്ള മഞ്ഞൾ, അതുപോലെ മഞ്ഞ നിറത്തിലുള്ള വാഴപ്പഴം എന്നിവ മറ്റുള്ളവർക്ക് ദാനം ചെയ്യുന്നതും വ്യാഴപ്രീതികരമാണെന്ന് മനസ്സിലാക്കിയിരിക്കുക. തുളസിമാല, താമരമാല എന്നീ വിശേഷപ്പെട്ട ഇതും ഹാരങ്ങളൊക്കെ സമർപ്പിച്ച് വ്യാഴപ്രീതി നേടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ശനിയാഴ്ചകളിൽ ജന്മശനി തുടരുന്നതുകൊണ്ട് പറഞ്ഞതുപോലെ തന്നെ മുൻപ് പറഞ്ഞ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്രത്തിൽ ദർശിച്ച യഥാശക്തി വഴിപാടുകൾ സമർപ്പിക്കുക. നീരാഞ്ജനം, എള്ളുകഴി, നെയ്വിളക്ക് തുടങ്ങിയ സമർപ്പിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല, വടമാല, അതുപോലെ യഥാശക്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. ക്ഷേത്രദർശനം നടത്തുന്ന തലേ ദിവസങ്ങളിൽ നോൺ വെജ് ഉപയോഗിക്കാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ ശരീരത്തിൽ അതിൻ്റെ അംശങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പരിഹാരത്തിൻ്റെ ഒരു പൂർണ്ണതയ്ക്ക് വേണ്ടിയാണ് അങ്ങനെ ഒരു ദിവസം നോൺ വെജ് ഒഴിവാക്കി സാത്വികമായ ചിന്തകളോടുകൂടി ഇരിക്കാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുംഭം രാശിക്കാർക്ക് ഈ ഒരു ചെറിയൊരു ക്ഷീണം ഉള്ള ശ്രദ്ധ വേണ്ട ഒരു സമയമാണ് മുമ്പിലുള്ളത്. അത് നവംബർ 15 മുതൽ ഫെബ്രുവരി 4 വരെയുള്ള സമയമാണെന്ന് മനസ്സിലാക്കിയിരിക്കുക. ആ സമയം ഒന്ന് കടന്നു കിട്ടാനായിട്ട് ഇങ്ങനെയുള്ള കാര്യം മുൻകരുതലെടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നേരത്തെ മനസ്സിലാക്കുന്നത് നമ്മളെ ഭയപ്പെടുത്താനല്ല, നമുക്ക് അതിനെ മുൻകരുതലെടുത്ത് പ്രായോഗികമായിട്ട് മുൻപോട്ട് പോകാനാണെന്ന് തിരിച്ചറിയുക. അത് നിങ്ങൾ പ്രവൃത്തിയിൽ വരുത്തുക. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് താല്പര്യപ്പെടുന്നു. നിങ്ങൾ പ്രശാന്തി ആസ്ട്രോ റിസർച്ച് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ട് ഷെയർ ചെയ്യുക. വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ജഗദീശ്വരൻ ഈ രാശിയിൽപ്പെട്ട എല്ലാവർക്കും ഐശ്വര്യവും സമൃദ്ധിയും നല്ല ഭാവിയൊക്കെ നൽകട്ടെ എന്നും ഈ ചെറിയ പ്രതിസന്ധിയിലൊക്കെ മറികടക്കാനുള്ള ആത്മധൈര്യവും ദൈവാധീനവും ഒക്കെ നൽകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.